ഹലോ ഗൈസ്, ഇന്നൊരു ഫാമിലി ഡേ ഔട്ടാണ്. നമ്മളെല്ലാവരും കൂടെ നേരെ പോയത് ഏറ്റുമാനൂരിൻ്റെ ഡെക്കാത്തണിലേക്കാണ്. കുറച്ച് ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അവിടെ കുറച്ച് ഫണ്ണായിട്ട് നമ്മളെല്ലാത്തിലും ഇങ്ങനെ കയറി നടന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇത് കയറിയിട്ടില്ല, ചേച്ചി ഒന്ന് കയറ്റുമെന്ന് ചോദിച്ചു. ചേച്ചി നീ കയറിക്കോ, ഞാൻ പൂട്ടിയിടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഇവൾമാർ രണ്ടുപേരും കൂടെ എന്നെ അകത്ത് പൂട്ടിയിട്ടു. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, പക്ഷെ ഒരു രസമാണ്. ഞാൻ ആദ്യമായിട്ട് കയറുന്നതിൽ ഒരു രസം, ഫൺ. അങ്ങനെ സുജിച്ചേട്ടനെ കുറച്ച് ജാക്കറ്റ് നോക്കണമായിരുന്നു. അതുമൊക്കെ നോക്കി നമ്മൾ ഒരു മസാജർ വാങ്ങി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിത് ചെന്നപ്പോഴേ എനിക്കിഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ ഞങ്ങളിത് വാങ്ങുകയും ചെയ്തേ. അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഒരു ബോക്സിങ് ഗ്ലൗ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ നല്ല ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചത് 3:15 അങ്ങനെ ഗ്യാസൊക്കെ കയറി ഭയങ്കരമായിട്ടിരുന്ന് ഈ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ നേരെ ഞാൻ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെ നിന്നാണ് ട്വിസ്റ്റ്. ഈ കറി കൊള്ളത്തില്ലായിരുന്നു, ബാക്കി ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ സമയം വെച്ച് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല. പിന്നെ മെയിൻ റീസൺ രാവിലെ ഞാൻ കഴിച്ചില്ല, അതിൻ്റെയാണ് ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടായത്. വൈക്കത്ത് ആശുപത്രിയിലാണ് കിടന്നത്. അങ്ങനെ സിസ്റ്റർമാരൊക്കെ ചോദിച്ചു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. മരുന്നൊക്കെ കഴിച്ചതിൻ്റെ പിന്നെ അച്ഛൻ്റെ ഒരു ഗ്യാസ്, അത് എല്ലായിടത്തും മുഖ്യമാണല്ലോ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ചായ എന്നാ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്. പ്രോൺസ് ബിരിയാണി, മീൻ പൊരിച്ചത്, അങ്ങനെ ബീഫ് എല്ലാം ഉണ്ട്. എനിക്ക് സാധനം കഴിക്കാൻ പറ്റുന്നത് ഉള്ളി കഞ്ഞി.